ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കാന്താരി മുളക് അച്ചാറാണ് കേട്ടോ. ഈ കാന്താരി നമ്മൾ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയെടുത്ത കാന്താരിയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ കാന്താരിക്ക്. മറ്റു പച്ചമുളകുകളെ അപേക്ഷിച്ചിട്ട് കഴിച്ചാൽ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് കാന്താരി മുളക്. ഞാനിവിടെ അത്യാവശ്യം കാന്താരി മുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചിട്ട് അതിലെ വെള്ളമയമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അച്ചാറിടുമ്പോൾ ഒട്ടും തന്നെ വെള്ളമയം പാടില്ല കേട്ടോ. ഞാനിവിടെ ഞെടുപ്പ് കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഞെടുപ്പോട് കൂടിയും അച്ചാർ ഇടാവുന്നതാണ്. ഇനി അച്ചാറിന് ആവശ്യം വേണ്ടത് ഇഞ്ചിയാണ്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതുപോലെ കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം അരക്കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കീറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അച്ചാറിനായിട്ട് ഞാൻ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഏകദേശം അരക്കപ്പോളം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ നല്ലെണ്ണയിൽ അച്ചാർ ഇടുകയാണെങ്കിൽ അത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ അച്ചാർ ഇടാവുന്നതാണ്. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 പിഞ്ച് ഉലുവ, മുഴുവനോടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം അരക്കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അത്യാവശ്യം കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇതിലിട്ട് വേണം നമുക്കിനി കാന്താരി മുളക് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഇനി കാന്താരി മുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ പച്ച കളറുണ്ടല്ലോ, അതൊന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഫ്ലെയിം തീരെ കുറച്ചിട്ട് അല്പസമയം കൂടുതലെടുത്ത് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് ചിലതൊക്കെ കുറച്ച് പൊട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അല്പം അകലം പാലിച്ച് നിന്നുകൊണ്ട് വേണം കേട്ടോ ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ മഞ്ഞളിൻ്റെ ആ പച്ച കുത്തൽ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഇങ്ങനെ അച്ചാർ ഇടുന്നതിന് പകരം ഇത് ഉപ്പിലിട്ട് കുറച്ച് നാൾ വെച്ചതിന് ശേഷം അച്ചാറിടാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്നത് നമുക്ക് എത്രത്തോളം പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അധികം ലൂസായിട്ടല്ല ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി അല്പം ലൂസായിട്ടുള്ള പരുവത്തിൽ വേണ്ടവർക്ക് നമ്മൾ ഈ വിനാഗിരി ഡയറക്റ്റ് ചേർക്കുന്നതിന് പകരം അല്പം വെള്ളവും വിനാഗിരിയും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിനൊട്ടും തന്നെ പച്ചവെള്ളം ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് 2 പിഞ്ച് മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്തിരുന്നു. അതുകൂടാതെയാണ് നമ്മളിപ്പം 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കായവും ഉലുവപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അധിക സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി മുളക് അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വിനാഗിരി ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് കേടാകാതെ കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന, കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കാന്താരി മുളക്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.